നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇതിനേറെ കൃപകൾക്കായി സ്തോത്രം. പാടുവാനും സ്തുതിപ്പാനും ഒക്കെ കർത്താവ് കൃപ നൽകിയല്ലോ. ഇതിനൊന്നും ഞങ്ങൾ പ്രാപ്തരല്ലായിരുന്നു കർത്താവെങ്കിലും നിൻ്റെ കൃപയാൽ, നിൻ്റെ പ്രാശ്ചിത്തങ്ങേതുവായി നിന്നിൽ പുതുമനുഷ്യനായിക്കൊണ്ട് ഞങ്ങളെ കർത്താവെ ദൈവത്തോട് നിരപ്പിച്ച നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതിൻ്റെതായിട്ടുള്ള പ്രതാപം, അതിൻ്റെതായിട്ടുള്ള കർത്താവ് ഗുണങ്ങൾ ഞങ്ങൾ കൂടെ നീ പുറപ്പെടുവിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയഘോഷം കൊണ്ടാടി അവയെ പരസ്യ കോലമാക്കി നീ ഞങ്ങളെ വസിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. നിന്റെ വേദിക്കെതിരെ നിൽക്കുന്ന സകല ശത്രുക്കളും കർത്താവ് നിന്റെ മുമ്പിൽ കീഴ്പ്പെടുവാത്തക്കോണം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്ത ജനത്തിനായ സ്തോത്രം. തിരുവഴുത്തേണ്ട കർത്താവ് ധ്യാനിപ്പത്തക്കോണം പരിശുദ്ധാത്മാദേവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന വ്യക്തികളിൽ പരിസരങ്ങളെയും കർത്താവ് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും നിന്റെ പ്രാശ്ചിത്ത രക്തം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യാണ്. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മൾ നൽകിയ അതിമഹത്തായ ഒരു പദവി ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എഫെസ്യ ലേഖനത്തെയും കൊളോസ്യർക്കെതിരെ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമായിട്ടുള്ള സഭയുടെ ബന്ധം എന്നൊരു വിഷയത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 1 നമ്മൾ ഇന്നലെ ചിന്തിച്ചൊരു വിഷയമായിരുന്നു സ്തോത്രം, ദൈവത്തോട് നിരപ്പിക്കുന്ന വിഷയം. അതിൽ നമ്മൾ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഒരു നിരപ്പിൻ്റെ ആവശ്യകത വന്നത്. നമ്മൾ കൊളോസ്യർക്ക് വായിക്കേണ്ടായിരുന്നു മുമ്പേ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മെ. ഇതായിരുന്നു നിരപ്പിക്കൽ ആവശ്യപ്പെടേണ്ട കാര്യം. ദൈവത്തിന് അടുത്തൊരു പോയി നമ്മൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ദൈവത്തിന് ഒരു അറ്റോൺമെൻറ്റ് കൂടാതെ, ഒരു പ്രായശ്ചിത്വം കൂടാതെ ഈ വീണുപോയ ആദാമിൻ്റെ സന്തതികളെ തന്നോട് നിരപ്പിക്കാൻ പറ്റാതിരുന്നത്. ആ കാര്യത്തിൽ ചിന്തിച്ചു. നമ്മളതിന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ നീതി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതാണ് മത്തായി സുവിശേഷം 3:15 താൻ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് സ്നാനം എടുക്കുന്ന സമയത്ത് പറയുന്നത്, ഇങ്ങനെ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചായിരുന്നു, ഇങ്ങനെ ദൈവം ഒരു പക്ഷത്തും സകല മാനവജാതിയും ഒരു പക്ഷത്തായിട്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ നിരപ്പിക്കുവാൻ തക്കവണ്ണം എന്തുകൊണ്ടാണ് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം വന്നത്. ആമേൻ, സ്തോത്രം. ഇത് വളരെ ഡീപ്പായിട്ടൊരു സ്റ്റഡിയാണ്. ഇന്ന് മിക്കവാറും ക്രിസ്ത്യൻഡത്തിൽ തന്നെ മിക്കവാറും വ്യക്തികൾക്ക് ഒന്നിലധികം മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഈവൻ വിശ്വാസ ഗോളത്തിൽ തന്നെ ചില പാസ്റ്റർമാർ മീഡിയേറ്ററായിട്ട് നിൽക്കുക, ചിലർ ബലഹീനത വരുമ്പോൾ ചില പ്രവാചകന്മാർ മീഡിയേറ്ററായിട്ട് നിൽക്കുക. 1 സെക്കൻഡ്. അങ്ങനെ തന്നിൽ വസിക്കുന്നതായി ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ, നമ്മുടെ രക്ഷിതാവും കർത്തവുമായിട്ട് നാം ഹൃദയപൂർവ്വം സ്വീകരിച്ച നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പലപ്പോഴും പാസ്റ്റർമാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ മീഡിയേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവം ഒരുവനെയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലും ഏക മധ്യസ്ഥൻ. ദൈവം ഒരു പക്ഷത്തും സകല മാനവജാതിയും മറുപക്ഷത്തും നിൽക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ നിരക്കുവാൻ ഡയറക്റ്റായിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയുണ്ട്. അതാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിൻ്റെ ജസ്റ്റിസ്, പാപം ചെയ്യുന്ന ദേഹി മാതൃകാപരമായിട്ട് പാപം ചെയ്യുന്ന ദേഹിയെ ശിക്ഷിക്കണം. ദൈവരാജ്യത്തിലെ മറ്റു പ്രജകൾക്കും ദൈവത്തെ ഭയത്തോടു കൂടെ സേവിക്കാൻ തക്കവണ്ണം, അതേപോലെ തന്നെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സേവിക്കാൻ തക്കവണ്ണം തങ്ങൾ അനുഭവിക്കുന്നതായ ശിക്ഷയുടെ ഭാഗത്വം എന്താണെന്ന് മനസ്സിലാക്കി അതിന് തന്നോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ചെയ്തെടുത്തായിട്ടുള്ള ആ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം. 1 സെക്കൻഡ്. ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി തിരക്കത്തക്കവണ്ണം താൻ കഴിച്ചതായിട്ടുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊന്നിലുമല്ല, നമ്മൾ പറഞ്ഞതിന് മുമ്പേ മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായിരുന്നു നമ്മെ തന്നോട് നിരപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവൻ ചെയ്തെടുത്തത്. അപ്പോൾ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുമ്പോൾ സ്തോത്രം, നാം പറഞ്ഞു ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു മാത്രം.
ഈ കാര്യം പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ലേവ്യ പുസ്തകം 16 അധ്യായത്തിൽ മഹാപാപ പരിഹാരത്തെ കുറിച്ചുകൊണ്ട് ദ ഡേ ഓഫ് അറ്റോൺമെന്റിനെ കുറിച്ചുള്ള ശുശ്രൂഷയിൽ മഹാപുരോഹിതൻ ഇസ്രായേൽ ജനത്തിന്റെ പാപയാഗത്തിനു വേണ്ടിയിട്ടുള്ള ആ യാഗമൃഗത്തിന്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക്, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് കടക്കുകയുള്ളൂ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് സുഗന്ധ ധൂപവർഗവുമായിട്ട് കടക്കുമ്പോൾ അവിടെ സമാഗമന കൂടാരത്തിനടുത്തെങ്ങും ഒരൊറ്റ വ്യക്തികളും കാണാൻ പാടില്ല. അല്ലാത്ത സമയത്തൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ശുശ്രൂഷിക്കാനുണ്ടായിരിക്കും, സാധാരണ യാഗങ്ങൾ കഴിക്കുമ്പോഴൊക്കെയും തന്നെ. എന്നാൽ ഈ ആണ്ടിലൊരിക്കൽ ചെയ്യുന്ന മഹാപാപ പരിഹാര ശുശ്രൂഷ, ദ ഡേ ഓഫ് അറ്റോൺമെന്റ് നടക്കുന്ന സമയത്ത് മഹാപുരോഹിതൻ ആദ്യം തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയുള്ള പാപപരിഹാര ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഇസ്രായേലിലെ സകല ജനത്തിനും വേണ്ടിയുള്ള പാപപരിഹാര ശുശ്രൂഷയുടെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിനകത്ത് വേറെ ആരും തന്നെ പാടില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പാപയാഗത്തിന് പ്രായശ്ചിത്തമായിട്ടുള്ള രക്തം, ക്രിസ്തുവിന്റെ രക്തത്തിന് നിഴലായിരിക്കുന്ന ആടിന്റെ രക്തമായിട്ട് പ്രവേശിക്കുമ്പോൾ ഈ മഹാപുരോഹിതനും ജനത്തിനും ഇടയ്ക്ക് വേറൊരു സെക്കൻഡറി മധ്യസ്ഥനില്ല, മീഡിയേറ്റർ ഇല്ല. ഇത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അതറിയാതെ ആയിരക്കണക്കിന് മീഡിയേറ്റേഴ്സ് ആണ് വിശ്വാസത്തില് സ്വീകരിച്ച് നമ്മളിലുള്ള ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ മറ്റു മനുഷ്യരെ, മരിച്ചുപോയ മനുഷ്യരെ, അവരുടെ പേരെടുത്ത് വരുന്ന ദുഷ്ടാത്മാക്കളെയാക്കിയാണ് ഇന്ന് പലരും മീഡിയേറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് നടത്തി കൊടുക്കുന്ന ആരാറിയുമോ? സൈറ്റാന്റെ രാജ്യത്തിലുള്ള ദുഷ്ടാത്മാക്കള്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുപോന്നിട്ടുള്ളതാണ്. ഇനിയോ ഇന്ന് വരെ ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, എങ്ങനെയാണ് ദൈവം തൻ്റെ രാജ്യത്തിന്, അത് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ഹാനി സംഭവിക്കാതെ, എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം പാടില്ല. പാപം ചെയ്ത് ദൈവീയുടെ ശിക്ഷയ്ക്ക് യാതൊരു വിധത്തിലും ഇളവ് ചെയ്യാൻ പാടില്ല. ആ ശിക്ഷയെ റദ്ദാക്കുവാൻ പാടില്ല. ദൈവം പാപത്തെ എത്രമാത്രം വെറുക്കുന്നുവോ ആ വെറുപ്പിന്റെ പൂർണ്ണ തീഷ്ണത വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പാപത്തിന് ശിക്ഷ കൊടുക്കണം. അങ്ങനെ തന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിലായിരുന്ന പ്രജയുടെ ഉള്ളില് പാപം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നല്ലൊരു ബോധം വരുത്തി കൊടുക്കണം. ഇതെല്ലാം ശരിക്കും പെന്തിക്കോസ്ത് ഗോളത്തിൽ ഓരോ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യകതയാണ്. എങ്ങനെ പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ലെന്നൊരു ചിന്താഗതി ഹൃദയത്തിൽ കടന്നു വന്നു. ഇതിനെ പറയുന്നതാണ് ഇംപ്യൂണിറ്റി. തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുകയെന്നുള്ള മനോബോധം. വെരി ഡേഞ്ചറസ്. ഇങ്ങനെ ഒരു കാര്യം ദൈവരാജ്യത്തിനകത്ത് കടന്നു വരാതെ വേണം, അങ്ങനെ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒരു ഹാനി സംഭവിക്കാതെ വേണം ദൈവം എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി നടത്തിയെടുത്തത്. മനുഷ്യരെ, ദൈവത്തോട് ശത്രുത്വമുള്ളവരും മനസ്സുകൊണ്ട് അകന്നവരുമായ മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കത്തക്ക ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്ന്. ഇതിനു മുമ്പുണ്ടായിരുന്ന ദൈവത്തിന്റെ അഭിഷക്തരായിരുന്ന ദൂതന്മാരെ അവർ തെറ്റു ചെയ്തപ്പോൾ ദൈവം യാതൊരു വിധത്തിലുള്ള ഒരു പ്രായശ്ചിത്തം ഒരുക്കിയില്ല. അവിടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു വഴി ഒരുക്കിയില്ല. അവരെ അതികഠിനമായ രീതിയിൽ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഏത് യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 23, 24, 25 വാക്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞ ലൂസിഫർ സംഘത്തെയും അവർ തെറ്റ് ചെയ്തപ്പോൾ ലൂസിഫറിന്റെ ഹൃദയത്തിൽ വന്ന ചിന്താഗതികള് എസെക്കിയേൽ പ്രവചന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 14 വാക്യം തുടങ്ങി 12 വാക്യം തുടങ്ങിയും, അതുപോലെ യെശയ്യാ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12 വാക്യം തുടങ്ങി അതിന്റെ വിവരണം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ ബാലപാഠങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിക്രോധമായിട്ട് ദൈവം ആ ലൂസിഫറിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുണ്ടായിരുന്ന സകലത്തെയും ദൈവം നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ ഗാലക്സിക്കകത്തുള്ള മിൽക്കി വേ ഗാലക്സിയുള്ള മറ്റു പ്ലാനറ്റുകളൊക്കെയും വാസയോഗ്യമല്ലാതെ കിടക്കുന്നത്. യെശയ്യാവ് 45:18 പറഞ്ഞിരിക്കുന്ന ദൈവം എല്ലാം പാർപ്പിനായിട്ട് സൃഷ്ടിച്ചു എന്ന, വ്യർത്ഥമായിട്ട് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലെന്ന. പക്ഷെ അവയെല്ലാം വ്യർത്ഥമായി കിടക്കുകയാണ്. എന്നാൽ അതേപോലെ ഒരു ഫ്രീ വില്ലുള്ളതായിട്ടുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യത്തിലും ദൂതഗണത്തെക്കാളും ഉന്നതമായ പദ്ധതിയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അതേപോലെ അവനെ ശിക്ഷിക്കുകയല്ല ചെയ്തത്.
ദൂതന്മാർ തെറ്റ് ചെയ്തപ്പോൾ അവരോട് കരുണ കാണിക്കാതെ ഒരു പ്രാശ്ചിത്തം ഒരുക്കാതെ കഠിനമായി ശിക്ഷിച്ചപ്പോൾ ആത്മീയ ഗോളത്തിൽ അതിഭയങ്കരമായ ഒരു ഭീതിയാണ് എല്ലാവരുടെയും ഹൃദയത്തിലുള്ളവായത്. ആത്മീക ജീവികളുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ സംഘവും മിഖായേൽ സംഘത്തിന്റെയും ഉള്ളിൽ കണ്ട് ഇത്ര കഠിനനായ ദൈവമാണോ? ലൂസിഫറിന്റെ സംഘത്തിന്റെ ഹൃദയത്തില് ദൈവത്തോട് സമനായത്തിനും അത്യുതനോട് സമനായത്തിനും എന്നുള്ള ചിന്തകൾ കടന്നു വന്നപ്പോൾ ഇത്രയും കഠിനമായി ശിക്ഷിച്ച ഒരു ദൈവം ഇത്രയും ക്രൂരനാണെന്ന് ചിന്താഗതി കടന്നു വന്നത്. ആ ദൈവത്തിന് മാറ്റമില്ല. ആ ദൈവം അങ്ങനെ തന്നെയാണ്. അതതിന്റെ ഒരു നേച്ചർ പാപത്തോടെ തന്നെ വെറുപ്പിനെ കാണിച്ചു. എന്നാൽ മനുഷ്യൻ അതേപോലെ തന്നെ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അതിക്രോധത്തോടെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. താൻ തന്നെ പ്രായശ്ചിത്തമായിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നുകൊണ്ട് ഇവരെ ദൈവം തന്നോട് വീണ്ടും നിരപ്പിക്കുമെന്നുള്ള ആദ്യത്തെ പ്രവചനം ഡിക്ലെയർ ചെയ്യായിരുന്നു. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കുമെന്ന് സ്ത്രീയുടെ സന്തതി, അതായത് പുരുഷ ബന്ധം കൂടാതെ വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ കൂടെ അതവിടെ എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ മറുവിലായി തരുന്ന മനുഷ്യനായി ക്രിസ്തുയേശു എന്ന് പറയുന്നത് ദൈവത്തിന് പ്രായശ്ചിത്തമായി തീരാൻ സാധ്യമല്ല. അങ്ങനെ മനുഷ്യനെ പോലെ ശരീരവും പ്രാണനും ആത്മാവുമുള്ളവനായിട്ട് ആ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട്, ഞാൻ ഇത് ഡീറ്റെയിലിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, മനുഷ്യന്റെ പ്രാണനിലാണ് പാപത്തിന്റെ ആരംഭം നടക്കുന്നത്. ശരീരത്തിൽ ശിക്ഷ കൊടുത്തുകൊണ്ട് മാത്രമായി അനേക വിദ്വാൻമാർ പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ശിക്ഷ കൊടുത്തുന്നത് മാത്രമാണ്. മനുഷ്യന്റെ പ്രാണൻ കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണല്ല കാണുന്നത്, കണ്ണുകൊണ്ട് മനസ്സാണ് കാണുന്നത്. അത് സോളിലുള്ള ഘടകമാണ്. ഇതൊരു ഫിസിക്കൽ അവയവമാണ്. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതും നമ്മുടെ ചെവിയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഏത് ശബ്ദമാണ് എവിടെ നിന്ന് വന്ന് എന്ത് കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ചെവി ഒരു ഉപകരണം മാത്രം. ഇതേപോലെ നമ്മുടെ സോളിനാണ് ഹവയുടെ അകത്തേക്ക് ആദ്യമായിട്ട് പാപം കടന്നു വന്നത്. ഈ തിന്നരുതെന്ന് പറഞ്ഞ് വൃക്ഷഫലം തിന്നാൽ കണ്ണു തുറക്കുകയും നന്മത്തന്മയെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെ ആകിത്തീരാൻ സാധിക്കും. പോളത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് നാം പഠിച്ചവരാ. നന്മ തിന്മ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, നന്മയെന്ന് തിന്മയെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഏദൻ തോട്ടം തുടങ്ങി പാപത്തിന് ഞാൻ അടിമയായി തുറന്നിരിക്കുകയാണ്. പാപം എന്നൊരു പ്രവൃത്തി വേറെ, പാപം എന്ന ശക്തി വേറെ. അതുകൊണ്ട് നമുക്ക് യാതൊരു നന്മയും നമ്മളിൽ ഇല്ല. നാം എന്തു ചെയ്താലും നന്മ ചെയ്താലും അതിന്റെ പുറകിൽ ഒരു സെൽഫ് ഡിസയർ ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെയോടാണ് ദൈവം കരുണ കാണിക്കത്തക്ക വേണം സ്തോത്രം മനുഷ്യ ശരീരത്തിൽ പ്രാണനും ആത്മാവിലും വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതിനെല്ലാം പഴയ ഭക്തന്മാര്, പുതിയ നിയമത്തിലെ ആദ്യകാല ഭക്തന്മാര് വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. ഹല്ലേലൂയ. കെ.വി. സൈമൺ സാർ ഇങ്ങനെ പാടുകയുണ്ടായിരുന്നു, ദൈവസുതൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. പശുശാലയിൽ അവതരിച്ചത് വെറും കഥയോ? മൃഗങ്ങൾ കിടക്കുന്ന പശുശാലയിൽ അവതരിച്ചത് വെറും കഥയാണോ? എന്താ അതിന്റെ അർത്ഥം? ഇത്രയും ഉന്നതമായ പദവിയില് സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം തന്റെ വായത് പുറപ്പെട്ടതായ ശബ്ദത്താല് വചനത്താല് ഈ ദൃശ്യമായ സകലത്തെ ഉളവാക്കിയവനായ ദൈവം അവന് പാർപ്പാൻ ചെറിയൊരു ഭവനം സൃഷ്ടിക്കുകയല്ല ചെയ്തത്. എംപ്റ്റീഡ് ഹിംസെൽഫ്. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് പദ്ധതി ചെയ്തെടുക്കുന്നത്? പാപത്തിന് ശിക്ഷ കൊടുക്കണം. ദൈവരാജ്യത്തിലെ പ്രജകൾക്കുള്ളില് പാപം കടന്നു വന്നാലും ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബന്ധം അല്പം പോലും കടന്നു വരാത്ത വണ്ണം അതിക്രൂരമായ ശിക്ഷ നടപ്പാക്കണം. ഇത് പെന്തിക്കോസ്ത് ഗോളത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുക. എന്തെല്ലാം അധർമ്മം ചെയ്താലും എന്തെല്ലാം തെറ്റ് ചെയ്താലും കൃപ മതി എന്ന് പറഞ്ഞ് നടക്കുക. ഇന്ന് അതുപോലെ പഠിപ്പിക്കുന്ന അനേകരുണ്ട്. രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. രക്ഷ നഷ്ടപ്പെട്ട പുതിയ നിയമ വിശ്വാസികളുടെ ചരിത്രങ്ങള് അപ്പോസ്തലന്മാര് രേഖപ്പെടുത്തി പുസ്തകത്തിൽ തന്നിട്ടും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നത്? പാപത്തിന്റെ ശിക്ഷ, ഡിവൈൻ ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്യുന്ന ശിക്ഷകളെ
യേശു നിവർത്തിച്ചുള്ളൂ. തുടർന്ന് നമുക്ക് ജീവിക്കാം. ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഒബീഡിയൻസിലേക്ക് തികഞ്ഞവരായി വരണം. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളുടെ ഇടയിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അവിടുന്ന് ആരും പറയില്ല. ഇത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ ഡിവൈൻ ഗവൺമെന്റിന് യാതൊരു ഹാനി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടങ്ങൾ സംഭവിക്കാതെ പാപത്തോട് തന്റെ വെറുപ്പിനെ പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യണം. പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി താൻ തിരഞ്ഞെടുത്താണ് സകല ചരാചരങ്ങൾ സൃഷ്ടിച്ചവനായി തന്റെ ഏകജാതനായ ഓമന പുത്രനെ തന്നെ. അത് ഡിസ്ക്ലോസ് ചെയ്തത് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15. അവിടുന്ന് തുടങ്ങി ഓരോരോ കാര്യങ്ങളിലും താഴോട്ട് ന്യായപ്രമാണി, പ്രവാചക പുസ്തകം, സങ്കീർത്തനങ്ങൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് 40-ാം സങ്കീർത്തനം 6 വാക്യം തുടങ്ങി കർത്താവ് പറയുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ലേഖനത്തിന് 10:5 എടുത്ത് പറയുമ്പോൾ നീ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നല്ലോ. മറിയുടെ ഉദരത്തെ ഒരു ശരീരം അവൻ ഒരുക്കി. ഹല്ലേലൂയ. ആ ശരീരത്തിലേക്കാണ്, സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ശരീരത്തിലേക്കാണ് അദൃശ്യനായ ദൈവം ഏറ്റവും ചുരുങ്ങിയവനായിട്ട് പ്രവേശിക്കുന്നത്. അങ്ങനെ ഡിവൈൻ ജസ്റ്റിസിന്, നീതി സാറ്റിസ്ഫാക്ഷൻ വരത്തക്കവണ്ണം അവന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ശിക്ഷ അനുഭവിച്ചു. ഇതൊരു കഥയല്ല, റിയലി ലിറ്ററലായിട്ട് ശിക്ഷ അനുഭവിച്ചു. അതാണ് 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞത്, നിന്റെ പരിശുദ്ധ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല, പാതാളത്തിൽ കൈവിടുകയില്ല, അബാൻഡൻ ചെയ്യുകയില്ല, പാതാളത്തിൽ പോവുകയില്ലെന്നുള്ളതാണ്. ഇതെല്ലാം 18-ാം സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങള്, 116-ാം സങ്കീർത്തനം 3, 4 വാക്യങ്ങള് ഇവിടെയൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിന് പിടിപ്പാൻ കഴിയുന്നതുകൊണ്ട് കണ്ണുനീരോടുകൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗസ്സമന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ല. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നത് കൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. തന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും മരണപാശങ്ങൾക്ക് അവകാശം കിട്ടുകയാണ്. മരണപാശങ്ങൾ അതിന്റെ പാതാളത്തിലേക്ക് വലിച്ചുകൊണ്ടാണ്, ഇത് തന്റെ പ്രാണന് അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് എഴുതി വെച്ചത്. 18-ാം സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ, മരണപാശങ്ങളെ ചുറ്റി അഗാധ പ്രവാഹങ്ങളിൽ പ്രേമിപ്പിച്ചു, പാതാള പാശകളെ തുടർന്ന് പിടിച്ചു, മരണത്തിന്റെ നീള്. ഇതെല്ലാം ഒരു ദൈവദാസൻ അനുഭവിക്കണം. ആത്മാക്കളെ വിടിവിക്കണമെങ്കിൽ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യം നടക്കില്ല. അവിടെ പ്രാണൻ റിലീസാകുന്നില്ല. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണമാനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഈ കാര്യം നടത്തിയെടുത്തത് ദൈവം തന്നെ, നിയമദാതാവായ ദൈവം തന്നെ. ഈ സകല ചരാചരങ്ങളെയും തന്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ ദൈവം തന്നെ തന്നെത്താൻ ഒഴിച്ചു. ഇനി എപ്പോഴാണ് ഒഴിച്ചതിനെ കുറിച്ച് ദൈവവചനത്തിൽ അനേക ഡോക്ടേഴ്സ് പലരും പഠിപ്പിക്കാറുണ്ടെങ്കിലും ദൈവവചനത്തിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല. പലരും പഠിപ്പിക്കുന്നത് സ്വർഗത്ത് വരുന്ന സമയത്ത് ഒഴിച്ചു, ചില പറയുന്നത് ഗെത്സമനയിൽ വെച്ച് ഒഴിച്ചു, ചിലർ പറയുന്നത് ക്രൂശിൽ വെച്ച് ഒഴിച്ചു. വെളിപ്പെടുത്തി തരാത്തൊരു കാര്യം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ശത്രുവിന് ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നോ അത് മതി. അതിൻ്റെ അപ്പുറം ബുദ്ധി കൊണ്ട് പോകണ്ട. പോയ അപകടമാണ്. സ്തോത്രം. ഡോക്ടറിന് പലതും സ്ഥാപിക്കാം, പക്ഷേ ഡോക്ടറിൻ അല്ല നമ്മെ രക്ഷിക്കുന്നത്, ബട്ട് ക്രൈസ്റ്റ്. ഞാൻ മിക്കവാറും എല്ലാ ക്ലാസ്സിലും പറയുന്നത് ബട്ട് ക്രൈസ്റ്റ് ആസ് എ പേഴ്സൺ. ഹല്ലേലൂയ. ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് പഠിപ്പിക്കുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് കുറെ തിയറി സ്ഥാപിക്കാം. ഇനിയോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് യാതൊരു ഹാനി വരാതെ വണ്ണം ദൈവം പാപത്തിന്റെ മേലുള്ള തന്റെ ക്രോധാഗ്നിയെ വെളിപ്പെടുത്തിയത്. അത് അനേക യാഗങ്ങളിൽ കൂടെ ദൈവം കാണിച്ചു. 2 കൊരിന്ത്യർ ചാപ്റ്റർ 5:21 പറഞ്ഞു, പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന്റെ നീതിയാകേണ്ടത് പാപം ആക്കി. ആ പാപത്തിന്റെ മേലുള്ള ശിക്ഷയാണ് ദൈവം കാൽവരി ക്രൂശിൽ ചെയ്തെടുത്തത്.
ഹല്ലേലൂയ. ആ യാഗപീഠത്തിൽ നിന്നുള്ള തീയുമായിട്ടാണ് പഴയ നിയമത്തിൽ സിംബോളിക്കായിട്ട് ചെയ്യുമ്പോൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ പുരോഹിതൻ ആദ്യം കടന്നു വന്ന് സ്തോത്രം താമ്രത്തൊട്ടിയിൽ കൈകാലുകളെ കഴുകി വസ്ത്രം ധരിച്ച് തന്നെ ഔദ്യോഗിക വസ്ത്രം മാറ്റി വെച്ചിട്ട് ആരാധനയ്ക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ യാഗപീഠത്തിൽ നിന്നുള്ള തീ തന്നെ എടുക്കണം. വേറെ എവിടുന്ന് കൊണ്ടുവരും തീ പാടില്ല. ശരിക്കും മനസ്സിലാക്കണം. ഈ യാഗപീഠത്തിൽ നിന്ന്, അതായത് സമാപന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ മുമ്പില്, വിശുദ്ധ സ്ഥലം, അതിന് മുമ്പിൽ ഇരിക്കുന്ന താമ്രതൊട്ടി, അതിന് മുമ്പിൽ ഇരിക്കുന്നതാണ് യാഗപീഠം. വാതിൽ കഴിഞ്ഞ് കടന്നാൽ ആദ്യം കാണുന്നത് ഈ യാഗപീഠമാണ്. ഈ യാഗപീഠത്തിൽ നിന്നുള്ള തീ എടുത്തുകൊണ്ടാണ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ ധൂപവർഗങ്ങള് എടുത്തുകൊണ്ട് അതിലിട്ടിട്ട് പുകയുമായിട്ട്, ആ ധൂപവർഗവുമായിട്ട് അതിന്റെ സൗരഭ്യവാസന എന്താണ്? മാനവജാതിക്ക് വേണ്ടി തന്റെ പുത്രന്റെ മേൽ പകർന്ന ക്രോധാഗ്നി, അതാണ് ഈ ക്രൂശിക്കപ്പെട്ടവന സുവിശേഷം എന്ന് പറയുന്നത്. അന്യ അഗ്നി കൊണ്ടുവന്ന, ഈ യാഗപീഠത്തിൽ നിന്ന് എടുക്കാത്ത വേറൊരു അഗ്നിയുമായിട്ട് കൊണ്ടുവന്ന അഹ്റോന്റെ മൂത്ത 2 മക്കള് ആ വിശുദ്ധ സ്ഥലത്ത് വെച്ച് മരിച്ചു വീഴാൻ ദൈവം തിരഞ്ഞെടുത്തവരാ. അഹ്റോനെ മഹാപുരോഹിതനായിട്ടും അഹ്റോന്റെ മക്കളെ പുരോഹിതരുമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ലൈവ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിൽ പ്രത്യേകമായ ശുശ്രൂഷയിൽ കൂടെ അവരെ അഭിഷേകം ചെയ്തതാ. എന്നാൽ യാഗപീഠത്തിൽ നിന്ന്, ക്രിസ്തുവിന്റെ ക്രൂശിനെ റെപ്രസെന്റ് ചെയ്യുന്ന യാഗപീഠത്തിൽ നിന്ന് തീയെടുക്കാതെ അന്യാഗ്നിയുമായി, എളുപ്പമാർഗത്തിന് അന്യാഗ്നിയുമായിട്ട് കടന്നു വന്നിരുന്നു. ഇതേപോലെ പെന്തിക്കോസ്ത് കോളത്തിന് അന്യാഗ്നി അർപ്പിക്കുന്ന അനേക തീയിറക്കുന്നവരുണ്ട്. ഫയർ വിങ്സ് എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തീയിറക്കുന്നവരുണ്ട്. ഇമോഷനിലെ ഇളക്കത്തക്കവണ്ണം പല പല ഉപകരണങ്ങളോ സംഗീത ഉപകരണങ്ങളോ വ്യാജമായിട്ടുള്ള നമ്മുടെ ഫ്ലഷിനെ ഇളക്കത്തക്കവണ്ണ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീയിറക്കുന്നവരുണ്ട്. ഒരു വാക്യം ഇപ്പൊ ശ്രദ്ധയിൽ ഓർമ്മയിൽ വന്നുകൊണ്ട് വാക്യാണ്, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള വാക്യമാണത്. സ്തോത്ര യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട്, മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുകയാണ്, ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, അക്നോളജ് ഹിം എന്നല്ല എഴുതിയിരിക്കുന്നത്, റിസീവ് ചെയ്യാന്ന് പറഞ്ഞ തന്നെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച്. യേശു ദൈവമാണ്, അവൻ മനുഷ്യരായിട്ട് അവതരിച്ചു, ദൃശ്യമായ രൂപമെടുത്തു, മനുഷ്യന് പകരമായി ശിക്ഷ അനുഭവിച്ചു, പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിച്ചു, ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടല്ല, അക്നോളജ് ചെയ്തുകൊണ്ടല്ല. ഇതെല്ലാം അക്നോളജ് ചെയ്തിട്ട് എനിക്ക് പകരം എന്നിൽ വാഴുന്ന പാപത്തിന് അടിമയാണ് ഞാൻ, അതിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്നിൽ വാഴുവാൻ, എന്റെ ഭരണം, എന്റെ മേലുള്ള ഭരണം നടത്തുവാൻ, കർത്തൃത്വം നടത്തുവാൻ എന്റെ പേഴ്സണൽ ലോഡായിട്ട് ഞാൻ സ്വീകരിക്കുക. ഇതാണ് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം എന്ന് പറയുന്നത്. പിന്നെ അവനുമായിട്ട് അനുസരണത്തിൽ തികയണം. ഇത് അനുഭവിക്കാത്തൊരു പല പല കഥകളും പറയും. കഥകൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. ബട്ട് ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു. അവൻ രക്തത്തിൽ നിന്നല്ല, പാരമ്പര്യമായിട്ടല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ മോഹങ്ങളെ വർദ്ധിപ്പിക്കുമാറുള്ള പ്രസംഗങ്ങൾ പ്രസംഗിച്ചുകൊണ്ടുള്ള ജനിപ്പിക്കലൊന്നും ക്രിസ്തുവിലുള്ള ജനനമല്ല. പാപത്തെക്കുറിച്ചും അതിന്റെ ന്യായവിധികളെ കുറിച്ചും ബോധം വരുത്തി അതിന് പരിഹാരമായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തി എന്താണ്? താൻ തന്നെ നിയമദാതാവായവൻ തന്നെ, ന്യായാധിപതിയായിരിക്കുന്നവൻ തന്നെ, ലൂസിഫർ സംഘത്തെ അതികഠിനമായി ശിക്ഷിച്ചവൻ തന്നെ, മനുഷ്യ നിനക്ക് പകരമായിട്ട്, വ്യക്തിപരമായി നിനക്ക് പകരമായിട്ട് പാപയാഗമായി തീർന്നു. നിന്റെ പേഴ്സണലായിട്ട് നിന്റെ ശിക്ഷ, നിന്റെ പാപത്തിന് മേലുള്ള ശിക്ഷ നിനക്ക് പകരമായിട്ട് അവൻ വഹിച്ച് നിന്നെ സ്വതന്ത്രമാക്കി, പാപത്തിന്റെ ശിക്ഷന് സ്വതന്ത്രമാക്കി. ഇനി നിനക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ ഒരു ഓഫർ തരികയാണ്. ഞാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് നീ എനിക്ക് സ്വാതന്ത്ര്യം നിന്നിൽ തരികയാണ്. നിനക്ക് നൽകിയിട്ടുള്ള ഫ്രീ വില്ലില് നിന്നിൽ വസിച്ചുകൊണ്ട് നിന്നെ നിയന്ത്രിക്കുവാൻ, നിന്നെ അനുസരണത്തിൽ തികഞ്ഞവനാക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് തരികയാണെങ്കിൽ ഐ വിൽ മേക്ക് യു ഫുള്ളി ഒബീഡിയന്റ്. ഇപ്പോൾ ആ ഫുള്ളി ഒബീഡിയന്റ് അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അവൻ ജസ്റ്റിഫൈഡ് ആകുന്നത്. എന്നാൽ ഫസ്റ്റ് ഡിസിഷൻ തന്നെ ജസ്റ്റിഫൈഡ് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി പോയി. ഈ സുവിശേഷം ആരും മനസ്സിലാക്കുന്നില്ല, പ്രസംഗിക്കുന്നത് വളരെ ചുരുക്കം മാത്രം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, രക്ഷ നഷ്ടപ്പെടുന്നില്ല. രക്ഷിക്കപ്പെട്ടത് എന്താ? പാപത്തിന്റെ
ശിക്ഷയിൽ നിന്നുള്ള മോചനം കിട്ടിയിട്ടുള്ളൂ. തുടർന്നുള്ള ജീവിതമോ ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ജഡം എന്നൊരു ശക്തിയാണ് നമ്മളിലുള്ളവർ. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകണം. ഉണ്ടായാൽ മാത്രം പോരാ, അവൻ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തരുന്ന നിർദ്ദേശങ്ങളെ ശ്രദ്ധാപൂർവം കേട്ട് അനുസരണത്തിൽ തികഞ്ഞവരായി തീരണം. അപ്പം ജഡത്തിന്റെ മോഹങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്താലുള്ള ജനനമല്ല, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ട് അയ്യോ ഞാൻ പാപി, ഞാൻ പാപത്തിന്റെ ദാസി, എൻ്റെ ഇഷ്ടമല്ല നടക്കുന്നത്, എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപമാണ് എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന് വേറെ സൊല്യൂഷൻ ഇല്ല. ഒരേ ഒരു സൊല്യൂഷനുള്ളൂ. നിനക്ക് പകരമായി യാഗമായി തുറന്ന യേശുവിനെ അംഗീകരിക്കുക, ആ പ്രവൃത്തി അംഗീകരിക്കുക. എന്നിട്ട് നിന്റെ ഈ അനുസരണക്കേണ്ട സ്വഭാവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കത്തക്കവണ്ണം നീ അവരെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നിന്റെ കർത്തൃത്വം മുഴുവനും അവനെ ഏൽപ്പിച്ചു കൊടുത്ത അവൻ നിന്റെ എല്ലാവിധ സ്വഭാവങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ദീർഘക്ഷമയോടുകൂടെ ഒരു കൊച്ചു കുഞ്ഞിനെ കൈപ്പിടിച്ച് നടത്തുന്ന പോലെ അനേകം വഴുതലുണ്ടാകാം. അവിടെ കൃപ കൊണ്ട് ബ്ലൈൻഡായിട്ട് കവർ ചെയ്യല്ല ചെയ്യുന്നത്. കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ ബലഹീനത മേൽ ഓവർകം ചെയ്ത് നിന്നെ പൂർണ്ണ അനുസരണത്തിൽ തികയ്ക്കണം. അവരെ പുതിയ യെരൂശലേമിൽ കാണുകയുള്ളൂ. ഡിസൊബീഡിയൻസിന് സ്വർഗത്തിൽ സ്ഥാനമില്ല. There is no darkness in heaven. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നമ്മൾ കാര്യമായിട്ട് വിവരിച്ചവരാണ്. സ്തോത്രം. അപ്പം ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. തുടർന്ന് ഈ കാര്യം അപ്പോസ്തലൻ പൗലോസ് കൊളോസ്യ ലേഖനത്തിലും അതേപോലെ തന്നെ എഫേസ്യ ലേഖനത്തിലും എങ്ങനെയാണ് ഈ കാര്യം നടത്തിയെടുത്തതിനെ കുറിച്ച് വിവരിക്കുന്നതാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനത്തിൽ പൗലോസ് തന്റെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലുള്ള പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് ദൈവം ഈ പ്രവൃത്തി ചെയ്തെടുത്തത്? ഇത് ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവും അവന്റെ ശരീരമായിട്ടുള്ള സഭയുടെ ബന്ധം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുവരെ നാം ചിന്തിച്ചത് എങ്ങനെയാണ് ദൈവം തൻ്റെ രാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള അതിൻ്റെ വ്യവസ്ഥകൾക്ക് യാതൊരു വിധത്തിലുള്ള ഹാനി വരാതെ വേണം, ദൈവരാജ്യത്തിനകത്ത് പാപം ചെയ്താലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള മനോബോധം കടന്നു വരാതെ വേണം, ഇംപ്യൂണിറ്റി കടന്നു വരാതെ വേണം. എങ്ങനെയാണ് ദൈവം പ്രായശ്ചിത്തം നടത്തിയെടുത്തത്? എങ്ങനെയാണ് യേശു ഒരു മീഡിയേറ്ററായി തീർന്നത്? എന്തുകൊണ്ടാണ് മറ്റു മീഡിയേറ്റേഴ്സ് ഒന്നും മീഡിയേറ്റേഴ്സ് അല്ല? മീഡിയേറ്റേഴ്സും ഉണ്ട്, മീഡിയേറ്റേഴ്സും ഉണ്ട്. ഇവരൊന്നും മീഡിയേഷൻ ചെയ്യാൻ സാധ്യമല്ലെന്ന് നമ്മൾ പ്രസംഗിക്കാനുള്ള കാരണം. ഹല്ലേലൂയ. അവരെല്ലാം മരിച്ചു, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അവരാരും മരണത്തിൽ തിരിച്ചു വന്നവരില്ല. ഇനി കർത്താവിൻ്റെ കാകളെന്ന് അത് കേൾക്കുമ്പോൾ അറിയാം ഈ പുണ്യവാളന്മാരും പുണ്യവാളത്തികളെന്ന് പറഞ്ഞാൽ ഈ വ്യാജ മധ്യസ്ഥന്മാരുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ദൈവം എങ്ങനെയാണ് ഈ പ്രവൃത്തി നടത്തിയെടുക്കുന്നത്? ആദ്യം നമുക്ക് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് കൊളോസ്യ ലേഖനത്തിൽ നിന്ന് വായിക്കണം. സ്തോത്രം. എഫേസ്യ ലേഖനം നിങ്ങൾ എടുത്തോളൂ. 2-ാം അധ്യായത്തിൽ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ. പൗലോസ് അവരെ കുറിച്ച് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം വിവരിക്കുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും. മുൻപ് അവർ മരിച്ചവരായിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഫിസിക്കലായിട്ട് ജീവിച്ചിരിക്കുന്ന, ആത്മാവിലും ജീവിച്ചിരിക്കുന്ന ദൈവസഭയാവുന്ന എഫേസ്യ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തോട് പറയുകയാണ്, അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മുമ്പേ നിങ്ങൾ മരിച്ചവരായിരുന്നു, ആ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ശാരീരികമായി ഉയർപ്പിച്ച് ഫിസിക്കലായിരിക്കുന്ന ഹെവനിൽ ഇരുത്തിയിരിക്കുന്നതല്ല പറയുന്നത്, ആത്മീകമായിട്ട് ഉയർപ്പിച്ച് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും വേൾഡിൽ നടക്കുന്ന എന്താ പറയുക സ്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്, വേർ ഇൻ ടൈംസ് പാസ്റ്റ് യു വാക്ക്ഡ് അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ലോകം പോകുന്നതിനനുസരിച്ച് അങ്ങ് പോവുക. ഇന്ന് പെന്തിക്കോസ്ത് കോളത്തിൽ അങ്ങനെയുണ്ട്, കൂടുതൽ അങ്ങനെയാണ്. മറ്റ് എപ്പിസ്കോപ്പസ് സഭകളോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക പട്ടണ സഭകളോ അങ്ങനെയൊക്കെ പോകുന്നവരെ കൂട്ടത്തിൽ അങ്ങ് പോയേക്കാം. മാർത്തോമയുടെ കൺവെൻഷന് ചീഫ് മിനിസ്റ്റർ വിളിക്കാം, എന്നാൽ നമുക്ക് ചീഫ് മിനിസ്റ്റർ വിളിക്കാം. എന്തെങ്കിലും പ്രശ്നം വന്ന രാഷ്ട്രീയക്കാരൻ്റെ മേധാവികളോട് നമുക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം. നിന്റെ കർത്താവ് എവിടെ പോയി? ഇതാ പറയുന്നത്, അക്കോർഡിംഗ് ടു ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്.
according to the prince of the power of the air. ആകാശത്തിലെ അധികാരത്തിനും ആകാശത്തിലെ അധികാരം എന്നൊരു സാധനമുണ്ട്, ഒരു സ്പിരിറ്റ് ആണത്. ഇതിനോടൊക്കെ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിനോടൊരു കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിന്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സെമീറാമീസിനിട്ടിരുന്ന പേരാണത്. കൂശിന്റെ ഭാര്യയായിരുന്ന സെമീറാമീസിന്. അവളിൽ കൂടിയാണല്ലോ ദൈവത്തിനെതിരായിട്ടുള്ള ഈ ഭരണകൂടം, ഹ്യൂമൻ ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. ആകാശരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൾക്ക് വേറൊരു പേരാണ് ആകാശരാജ്ഞി. ഈ ആകാശരാജ്ഞിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിലെ അധികാരം ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയായവരെയും അനുസരിച്ച് തുടർന്നത് അതാരാ? സേറ്റാൻ. എല്ലാ മനുഷ്യരുടെയും കാര്യം അതാണ്. അപ്പോൾ ദൈവസഭ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിനനുസരിച്ച്, ഞാൻ ഒരു കാര്യം കൺവെൻഷന്റെ കാര്യം പറഞ്ഞുള്ളൂ, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ വസ്ത്രധാരണം. അമേരിക്കക്കാർ സായിപ്പ് മുറിപ്പാവാട ഇടുന്നുണ്ടെങ്കിൽ ഞാൻ മലയാളി, ഞാനും മുറിപ്പാവാട ഇട്ടേക്കാം. ഫിലിപ്പീൻസ് പെമ്പിള്ളേര് മുറി നെക്കറുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ചാലക്കുടി ചന്തയിൽ പോകുമ്പോൾ മുറി നെക്കറുണ്ട്. വേണ്ട നായ്ക്കളുണ്ട് അവിടെ, ദൈവം വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ കൾച്ചർ അവരെങ്ങനെ വളരുന്നു, ദൈവം അവരുമായിട്ട് ചെയ്യട്ടെ. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ലോകത്തിന് അനുസരിച്ച് പോകേണ്ടതല്ല ദൈവസഭ എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മൊറാലിറ്റി അല്ല കൊണ്ടുവരുന്നത്. നിന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ നീ മുൻപേ ലോകത്തിന്റെ കാലഗതിക്ക് പോയതുപോലെ നീ പോകുകയില്ല. പോകാൻ പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് പറയുന്നത് മൊറാലിറ്റി അല്ല സുവിശേഷം എന്ന് പറയുന്നത്. നിന്നിൽ ക്രിസ്തു, അത് അടുത്ത വായിക്കുന്നത് ഇങ്ങനെ ആയിരുന്നു എങ്കിലും അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിന്റെ മോഹങ്ങളിൽ നടന്നു. ശരീരത്തിന്റെ മോഹമല്ല, ശരീരത്തെ നിയന്ത്രിക്കുന്നവനായ പ്രാണന് വസിക്കുന്ന ഫ്ലഷ്, ഇതിന്റെ ഇഷ്ടമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതിന് ദാസന്മാരായിരുന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പ്രകൃതിയാൽ ദൈവകോപത്തിന്റെ മക്കളായിരുന്നു. By nature the children of wrath, even as others. ഇത് അംഗീകരിക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്നിട്ട് പറയാണ് കരുണാസമ്പന്നനായ ദൈവമോ. അത് വലിയൊരു വാക്യമാണ്. But God who is rich in mercy, അതിന് അന്തമില്ല, അവസാനമില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും. For what? ഈ ലോകത്തിലെ സുഖസൗര ജീവിതത്തിലല്ല, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ. അവിടെ ഭൗതികമായതുകൊണ്ട് ആത്മീയമായതുകൊണ്ട് ഫ്രീ ഗിഫ്റ്റ്. നിന്നെ അവനെ പോലെ ആക്കി തീർക്കാൻ ഏത് നല്ലതെന്ന് കണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒരു പരിഹാസമായിരിക്കാം, ചിലപ്പോൾ ഒരു ഉപദ്രവമായിരിക്കാം, പക്ഷെ നമ്മെ നന്നാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എന്നെ തന്നെ പോലെ ആക്കി തീർക്കാൻ. എന്നിലുള്ള ചീഞ്ഞളിഞ്ഞ ഫ്ലഷിനെ പണ്ട് കാലത്ത് കൊണ്ടു നടന്നത് ഇനി വേണ്ട. പഴയ നായ് അകത്ത് കടക്കരുത്, പഴയ പന്നി അകത്ത് കടക്കരുത്. ഇതൊക്കെ നമ്മൾ നെഹമ്യാന്റെ മതിൽപ്പണിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. പഴയ വാതിൽ അടച്ചെന്ത് ചെയ്തു? കതക് മോടാമ്പിനെ വെച്ച് ബോൾട്ട് വെച്ച് സീൽ ചെയ്തു. കുപ്പവാതിൽ എന്ന് പറഞ്ഞ ആലയത്തിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്നതാണ് കുപ്പവാതില്. ആ കുപ്പവാതിലും പണിത് അതിന് കതക് വെച്ച് ഓടാമ്പിലിട്ടു. നമ്മളെ കഴിഞ്ഞ കാലത്ത് കുപ്പകളൊക്കെ ഈ താഴ്വര വാതിൽ കഴിഞ്ഞിട്ടാണ് കുപ്പവാതില്. ഈ താഴ്വര വാതിൽ എന്ന് പറഞ്ഞാൽ ഡീപ്പ്, അതായത് നമ്മളെ താഴ്മയിലേക്ക് കൊണ്ടുപോകുന്ന. എന്തിനാ? നമ്മളിലുള്ള കുപ്പയെ വെളിപ്പെടുത്തി തരുവാൻ. കോപ സ്വഭാവത്തെ, എടുത്തു ചാടുന്ന സ്വഭാവത്തെ, ദീർഘക്ഷമയില്ലാത്ത സ്വഭാവത്തെ, സഹിപ്പാനില്ലാത്ത സ്വഭാവത്തെ, ലോകത്തിൽ ആശ്രയത്തിലുള്ള സ്വഭാവത്തെ, ഈ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുവാനാണ് നമ്മളെ താഴ്വര വാതിലേക്ക് കൊണ്ടുപോകുന്നത്. ആ താഴ്വര വാതിൽ കഴിഞ്ഞാലാണ് കുപ്പ. അതുവരെയൊക്കെ നമുക്ക് കുപ്പയൊക്കെ ശ്രേഷ്ഠമായിട്ട് തോന്നുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം പഠിച്ചപ്പോൾ വായിച്ചിട്ടുള്ളതാണ്. ഈ കുപ്പ വാതിൽ പണിത് കഴിഞ്ഞാൽ അതിനെ കതകും ഓടാമ്പിലും വെച്ച് സീല് ചെയ്യണം. പിന്നെ കുപ്പ അകത്തോട്ട് കയറ്റരുത്. ഹല്ലേലൂയ. കരുണാസമ്പന്ന ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. എങ്ങനെയാ? അവരെന്നേക്കും ജീവിച്ചിരിക്കുന്നവനാ. പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് കൊണ്ട് പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയങ്ങളിൽ സോളിൽ വെളിപ്പെടുത്തി. വെറുതെ കഥ കേട്ടതുകൊണ്ട്, പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് സത്യമാണ് എന്നുള്ള വിശ്വാസം അതിനോട് ചേർന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ അവസ്ഥയിലേക്ക് വരണം.
ഈ പാപമാണ് എന്നെ കർത്തൃത്വം. ഇതാണ് പോൾ വിവരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ വസിച്ച് ഞാൻ അതിനോട് അനുസരണമുള്ളവനായി തീർന്നാലേ പറ്റുള്ളൂ. നമുക്ക് അനുഭവിച്ചറിയാം. അത് ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയും സകല അധികാരമുള്ളവരായി ക്രിസ്തു താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ അധികാരം നമ്മളിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും നടത്തിയെടുക്കും. ഈ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മയും ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആരെന്താ? പാപത്തിന്റെ കർത്തൃത്വം നമ്മൾ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ല. The first initiation is from grace, from God. കൃപയാലത്രേ. അപ്പൊ കൃപ മാത്രം വേറൊന്നും മതി. അപ്പൊ കൃപയാലൊക്കെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ യൂണിവേഴ്സൽ സാൽവേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. അടുത്തൊരു കാര്യം എന്താ? ക്രിസ്തുവേശുവിൻ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യുന്നതനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുവേശുവിൻ അവരോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്പിരിച്വലി we are with Christ where he is now. ഇത് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാ ക്രിസ്ത്യൻഡത്തിലുള്ള എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നടത്തിയെടുക്കാൻ അത് മറ്റേ ക്രിസ്തുവാ, മറ്റേ യേശുവാ. തൻ്റെ ഹിതം നമ്മൾ നടത്തിയെടുക്കുവാൻ നാം ഹൃദയപൂർവ്വം ഏൽപ്പിച്ചു കൊടുത്ത് അവനുമായിട്ട് ഒബീഡിയൻസ് നിരന്നു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് നിരക്കാൻ പറ്റുള്ളൂ. പ്രായശ്ചിത്തം നടന്ന് യേശു എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റുന്നതുകൊണ്ട് ബുദ്ധിപരമായി വിശ്വസിച്ചാൽ ഒരു കാര്യം നടക്കുകയില്ല. ആ വിശ്വാസം കൊണ്ട് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഞാൻ നിരന്ന് ഒന്നായി തീർന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് പറയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപ ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. കൃപയും വിശ്വാസം നിരന്തരമായ ക്രിസ്തുവിലുള്ള ആശ്രയം തമ്മിൽ ചേരുമ്പോഴാണ് രക്ഷ എന്ന കാര്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇത് രണ്ട് കൃപ അനന്തമായതാണ്. പക്ഷെ വിശ്വാസം നമ്മിൽ നിന്ന് ഉത്ഭവിക്കേണ്ടത് ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയം. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നാം തന്നെ പരീക്ഷിച്ചറിയണമെന്നാണ് 2 Corinthians chapter 13:5 പോൾ പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയും. ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല. ദൈവം കരുണാസമ്പന്നനായിട്ട് പുത്രനെ തന്നു. നമ്മുടെ മേൽ വ്യക്തിപരമായിട്ട് വരേണ്ട പാപത്തിന്റെ ശിക്ഷ അവന് മേൽ കൊടുത്തു. അവന് മരിച്ചിട്ട് ഉയർത്തു എന്ന് വെച്ച് ഫ്രീ ഓഫർ തരികയാണ്. റിസീവ് മീ, റിസീവ് മീ. ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്റെ ബലഹീനത മേൽ കവർ ചെയ്തുകൊണ്ട് കൃപയാൽ ഞാൻ നിന്നെ രക്ഷിക്കാം. കൃപയാൽ ഞാൻ നിന്നെ അനുസരണത്തിൽ തികഞ്ഞവരായിട്ട് വളർത്തിയെടുക്കാം. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയേ ആകുന്നു. അപ്പൊ വിശ്വാസം നമ്മൾ ഉരുവാക്കുന്നവനും അവൻ തന്നെയാണ്. ഇതിനൊന്നും നമ്മുടെ പ്രവർത്തികൾ അടുത്ത് പറയുകയാണ്, ആരും പ്രശംസിക്കാതിരിക്കുക, പ്രവർത്തികളും കാരണമല്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. അടുത്ത കാര്യം പറയാണ്, നാം അവന്റെ കൈപ്പടിയായി സൽപ്രവർത്തികൾക്കായിട്ട്. ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. മുമ്പ് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല, ന്യായപ്രമാണത്താൽ ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്നുള്ള ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ നടക്കുകയില്ല. എന്നാൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട്, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾക്കായിട്ട്. ഇതാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നത്. നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നതിന്റെ പ്രവൃത്തിയിൽ കൂടെ അത് കാണുന്നില്ലെങ്കിൽ ഇതിന് വിശ്വാസമല്ല. ഇതിന് നേരെ പഠിപ്പിക്കുന്നവരുണ്ട്. യാക്കോബ് ശരിയായിട്ടല്ല പറഞ്ഞത്, പോൾ പറയുന്നത് ശരി. അബ്രാഹാമിനെ പോലെ വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പാണ് അബ്രാഹാമിന്റെ വിശ്വാസം 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തു കൊണ്ട് ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ കാണിച്ചു നിന്റെ സന്തതി ഇവണ്ണം പെരുകുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം അത് വിശ്വസിച്ചു. അത് നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രാഹാമിന്റെ വിശ്വാസം മതി, പ്രവൃത്തിയൊന്നും വേണ്ട പറഞ്ഞിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട്, വിശ്വാസത്തിലുള്ള പ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇതാണ് ചർച്ചിന്റെ ഒരു ക്വാളിറ്റി. ഇതെല്ലാം നമ്മിൽ നമ്മുടെ കഴിവുകൊണ്ടല്ല നടക്കുന്നത്. നമ്മിൽ വസിക്കുന്നവനായി ക്രിസ്തു നമ്മുടെ സോളിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫ്രീ വില്ലുണ്ട്. അത് ഫ്രീസ് ചെയ്തിട്ടില്ല. ആ ഫ്രീ വില്ലിന്റെ നിയന്ത്രണം നമുക്ക് നല്ല ഇൻഫ്ലുവൻസ് തന്ന്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് മനസ്സിലാക്കണം, ഇൻഫ്ലുവൻസ് തന്നാൽ അതിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന നമ്മൾ ഫ്ലഷ് ഉണ്ട്, അതിനേക്കാൾ ഉയർന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. പക്ഷെ നമ്മുടെ
ഫ്രീ വിൽ നിർബന്ധം ഏൽപ്പിക്കുന്നവരല്ല. നമുക്ക് ചോയ്സ് ഉണ്ട്, ഡു ഇറ്റ് ഓർ നോട്ട്. അത് ചെയ്യാനുള്ള സകല ജ്ഞാനം, വിവേകവും, എല്ലാ ശക്തിയും, ഫിസിക്കലായിട്ട് സ്പിരിച്വലായിട്ട് എല്ലാം നമുക്ക് ഫ്രീ ഓഫറാണ്. ഒരു താല്പര്യം, കർത്താവേ എനിക്ക് നിന്നെ അനുസരിച്ച് ജീവിക്കണം. എന്തുകൊണ്ടാ? നീ എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്നു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ നിന്റെ ശരീരത്തിന് പ്രാണനും ആത്മാവിനെ അനുഭവിച്ചു. വെറുതെയല്ല, നീ എത്ര മഹത്വത്തിലിരുന്നവനാ. സെറാഫികളെ പോലും നിന്നെ നോക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിറക് കൊണ്ട് മുഖം മൂടി, നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലെന്ന് 2 ചിറക് കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സദാ സ്തുതിച്ചു കൊണ്ടിരുന്നവൻ ആ ദൈവമാണ് മറിയുടെ ഉദരത്തില് ഒരു ക്രോമസോമായി തിരുവരുന്നത്. ഹല്ലേലൂയ. അത്രയും താഴ്ന്ന് മാത്രമേ പരിഹാസങ്ങൾ, നിന്ദകൾ, ഉപദ്രവങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരം ശിക്ഷ അനുഭവിച്ചവൻ. അതേ മാർഗത്തിൽ കൂടെ പോകുവാനാണ് നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടത്. സ്തോത്രം. ഈ ക്വാളിറ്റിയിലേക്കാണ് നാം വരേണ്ടത്. ഈ കാര്യം കൊളോസ്യ ലേഖനത്തിൽ കൂടെ നമുക്ക് വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം. 1-ാം അധ്യായത്തിന്റെ ഒരു പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. വേഴ്സ് 9 തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ടതാൾ എന്ന് പറഞ്ഞാൽ അവരുടെ കൊളോസ്യ വിശ്വാസികളെ, പൗലോസ് അവിടെ പോയിട്ടുള്ള എപ്പഫ്രോദിത്തോസാണ് അവിടെ പോയിട്ടുള്ളത്. എപ്പഫ്രോദിത്തോസ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പൗലോസ് കത്ത് എഴുതുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ടതാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഈ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു എന്നതിൽ ഒരു ചെറിയ ഉടക്കുണ്ട്. വിത്തൗട്ട് എ ഗ്യാപ്പ്. For this cause we also, since the day we heard it, do not cease to pray എന്ന് പറഞ്ഞുകൊണ്ട് ചെയിൻ പ്രെയർ നടത്തുന്ന പാർട്ടികളുണ്ട്. സഭയ്ക്കകത്ത് 4 അല്ലെങ്കിൽ 10-20 പേരുണ്ടെങ്കിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, ഇത്ര മണി തൊട്ട് ഇത്ര മണി പ്രെയർ സ്റ്റോപ്പ് ആവാതെ ചെയിൻ പ്രെയർ. ഇതെല്ലാം വെറും ഫൂളിഷ്നെസ്. നിന്റെ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിലിരിക്കാൻ പറ്റില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. കൃപയ്ക്ക് കർത്താവേ സ്തോത്രം. തന്റെ പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയവൻ അവനോട് കൂടെ സകലം തരാൻ, അവനോട് കൂടെ എന്നൊരു കാര്യമാണ് നടന്നു കിട്ടേണ്ടത്. അതിന് ഫ്രീ ഓഫറാണ്, സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ടതാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇടവിടാതെ എന്നതിൻ്റെ അർത്ഥം ലിറ്ററൽ മീനിങ് വിത്തൗട്ട് സീസൺ അല്ല. ഒരു കാര്യം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫോക്കസിൽ നിന്ന് വ്യതിചലിക്കാതെ, ലോർഡ് എനിക്ക് നിന്നെ പോലെ ആയിത്തീരണം, മോൾഡ് മീ എന്ന് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ പ്രതികൂല കാറ്റ് വന്നാലും ഇടം വലം മാറാതെ, അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫോക്കസിൽ നിന്ന് ഇടം വലം മാറാതെ, അതാണ് അതിൻ്റെ മീനിങ്. ഇടവിടാതെ എന്ന് പറയുന്നതിൻ്റെ മീനിങ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിനും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന് പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും, നേരത്തെ പറഞ്ഞു ക്രിസ്തുവേശു നമ്മളെ സകല സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പോൾ പറയുന്നത് നിങ്ങള് ആകാശത്തിന്റെ അധികാരത്തിൽ നിന്നും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവന്റെ കരത്തിൽ നിങ്ങൾ വിടിവിച്ചത് പറയും. ഇവിടെ പറഞ്ഞു നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തെ ആക്കി വെക്കുകയും, ഓൾറെഡി ബീൻ സീറ്റഡ് എന്നിരിക്കുന്നത് ഫ്യൂച്ചറിൽ സ്വർഗത്തിൽ പോയിരുന്ന കാര്യമല്ല, ഇപ്പോൾ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അവന് സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരമുള്ളതുപോലെ എന്നിൽ വസിക്കുന്ന ക്രിസ്തു എനിക്കല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ എനിക്ക് അധികാരമുണ്ട്. ഇതാണ് ദൈവസഭ. അപ്പൊ ഇതിനു വേണ്ടി താൻ ചെയ്ത പ്രവൃത്തി എങ്ങനെ നടത്തിയെടുത്തു എന്നാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇതിനു വേണ്ടി അവർ ആദ്യം ചെയ്ത പ്രവൃത്തിയാണ് നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്നുള്ള കാര്യം. ഇനി നമ്മളത് എഫെസ്യ ലേഖനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് വായിക്കാം, പെട്ടെന്ന് വായിച്ചു നിർത്താം. എഫെസ്യൻ ചാപ്റ്റർ 2 നമ്മൾ വേഴ്സ് 8 വരെയാണ് വായിച്ചത്.
ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികൾ കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികളായിട്ട് ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരുമാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ വരെ നാം വായിച്ചു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറയാനുള്ളതാണ്, യാക്കോബിന്റെ 12 ഗോത്രങ്ങളല്ലാത്ത എല്ലാവരും വിളിക്കുന്നത് ജെന്റൈൽസ്, ജാതികൾ. ഇവിടെ അന്ത്യോക്യക്കാരനുമില്ല, റോമക്കാരനുമില്ല, ഒരുത്തനുമില്ല. എല്ലാവരും വിളിച്ചിരിക്കുന്നത് ജാതികൾ. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവർ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അടുത്ത ശ്രദ്ധിക്കുക, അക്കാലത്ത് ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇനി ആരെങ്കിലും ഞങ്ങൾ അന്തോക്യയിൽ നിന്ന് വന്നവരാണെന്നോ, അന്തോക്യ തോമച്ചതിന്റെ അവകാശികളാണെന്നോ, ഞങ്ങൾ പോപ്പ് പത്രോസിന്റെ പിൻഗാമികളായ പോപ്പിന്റെ പിൻഗാമികളാണെന്നോ ആരെങ്കിലും ക്ലെയിം ചെയ്താൽ അവരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ലോകത്തിൽ ദൈവമില്ലാത്തവരാ, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാ. ക്രിസ്തുവിലാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലാണ് വാഗ്ദത്തങ്ങളുള്ളത്. ഈ കാര്യങ്ങൾ പാരമ്പര്യം പറഞ്ഞാൽ ഒന്നും ഇല്ല. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ എന്ന് പറയും. മുമ്പേ ദൂരസ്ഥനായിരുന്നു നിങ്ങൾ. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, മുമ്പേ നിങ്ങൾ ദൈവത്തോട് മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങൾ. ഇപ്പോൾ ക്രിസ്തുവേശുവിൽ, ക്രിസ്തുവേശുവിനെ കുറിച്ച് കേട്ടിട്ടല്ല, അവന് നാം സ്നാനപ്പെട്ടുകൊണ്ടല്ല, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ, ഇൻ ക്രൈസ്റ്റ്. But now in Christ Jesus, you who sometimes were far off are made nigh by the blood of Christ. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എങ്ങനെ നടന്നു എന്നാ പറയുന്നത്? അവൻ നമ്മുടെ സമാധാനം. ഹു? ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഇപ്പൊ നമുക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിച്ചാൽ സമാധാനമുണ്ട്. വിശ്വാസ പലർക്കും പ്രതികൂലങ്ങൾ വരുമ്പോൾ സമാധാനമില്ലാതിരിക്കുന്നതോ നിന്റെ വീക്ക്നെസ് നിനക്ക് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ ക്രിസ്തു പോയിട്ടല്ല. മുൻപുള്ളതിനേക്കാളും പ്രതികൂല കാര്യമാണ് ക്രിസ്തുവിൽ നമുക്കുള്ളത്. നമ്മുടെ മരുഭൂമി യാത്രയിൽ ഈജിപ്തിന്റെ അടിമത്തിന് വല്ലപ്പോഴും വൈക്കോലെങ്കിലും കിട്ടുമായിരുന്നു. മരുഭൂമിയിൽ വൈക്കോലും ഇല്ല, മന്ന മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ യാത്രയിൽ മന്ന മാത്രം നോക്കിയാൽ മതി. ഉയർത്തെഴുന്നേറ്റ് അവന്റെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി ഇതേ ഓരോ വിശ്വാസി അവിടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഏത് പ്രതികൂലം വന്നാലും കർത്താവേ മന്ന മതി, ഉയർത്തെഴുന്നേറ്റ് നിന്റെ പുനരുദ്ധാന ശക്തി എനിക്ക് മതി. അതിനാൽ എനിക്ക് എല്ലാത്തിനും ഓവർകം ചെയ്യാൻ സാധിക്കും, മരണത്തെ ഓവർകം ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫിസിക്കലായിട്ട് ഇന്നലെ കണ്ടതാ എങ്ങനെയാ മരണത്തെ ഓവർകം ചെയ്യുന്നതെന്ന്. ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് നമുക്കൊരു അനുഭവം തന്നു, നമ്മുടെ കഴിവല്ല. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ദൈവത്തെയും മാനവജാതിയും ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ പാപത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നീക്കി വേർപാടിന് നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ആരുമായിട്ട്? ലോകത്തിന് സമാധാനമല്ല, ദൈവമായിട്ട് സമാധാനം ഉണ്ടാക്കി. അല്ലാത്തപ്പോഴെന്തായിരുന്നു? ലോകത്ത് ദൈവമില്ലാത്തവരായിരുന്നു. പാപത്തിന്റെ ശിക്ഷയുടെ ക്രോധാഗ്നിയായ ദൈവക്രോധമായിരുന്നു നമ്മൾ വസിച്ചിരുന്നത്. അവിടെ പറഞ്ഞെന്താ? പ്രകൃതിയെ നിങ്ങൾ കോപത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേർപാടിന് നടിച്ച് ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ. ഇത് വളരെ ആഴത്തിലുള്ള വിവേക്കാണ്. തന്നിൽ, ക്രിസ്തുവിൽ. ഇപ്പൊ ക്രിസ്തുവിൽ അല്ലാത്തവനോ ദൈവമായിട്ട് നിൽക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിലും ഉയർത്തെന്ന് വെച്ചാൽ ക്രിസ്തുവിനുള്ള ആശ്രയം. നമ്മൾ 90% മിക്കവാറും ഔട്ടിലാണ്. നമ്മുടെ താഴ്ന്ന അവസ്ഥ നമുക്ക് വെളിപ്പെടാൻ കർത്താവ് ഒരു പരിധിവരെ അനുവദിക്കും. പക്ഷെ വീഴുന്നതല്ല, തളർന്നു പോകേണ്ട. ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പക്ഷേ നാം എന്താണ് എന്നൊരു താഴ്മയുടെ അവസ്ഥ നമുക്കുണ്ടാകാൻ, നമ്മുടെ സെൽഫ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളില്ലാത്ത അവസ്ഥ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടി നമ്മൾ താഴ്ത്തി വെക്കുന്നത്, കൈവിടുന്നതല്ല. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഓരോ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പുതുമനുഷ്യനല്ല. ഇതാണ് പെന്തിക്കോസ്തൊക്കെ സംഭവിച്ചു പോയത്. ഒരു പുതുമനുഷ്യനാക്കി നല്ല എഴുതിയിരിക്കുന്നത് ഒരേ പുതുമനുഷ്യൻ, ക്രിസ്തുവിൽ വൺ. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഞാനൊരു പുതിയ മനുഷ്യൻ,
IPC ഒരു പുതു മനുഷ്യൻ, ചർച്ച് ഓഫ് ഗോഡ് ഒരു പുതിയ മനുഷ്യൻ, ഷാരോൻ ഒരു പുതു മനുഷ്യൻ, അതിനകത്ത് ഇന്ന സഭ ഒരു പുതു മനുഷ്യൻ, ജാതികളിൽ നിന്ന് വന്നവർക്ക് ഒരു പുതിയ മനുഷ്യൻ, വലിയ മെത്രാൻ കുടുംബത്തിൽ നിന്ന് വന്നവർക്ക് വേറെ പുതു മനുഷ്യൻ, അന്ത്യോക്യ പാരമ്പര്യത്തിൽ വന്നവർക്ക് വേറെ പുതു മനുഷ്യൻ. ഇവര് കൊടുക്കുന്ന കർത്തൃഭാഷ അവന് പറ്റില്ല, അവര് കൊടുക്കുന്ന കർത്തൃഭാഷ ഇവന് പറ്റില്ല, ഇവൻ തന്ന കപ്പിൽ ഞാൻ കുടിക്കുകയില്ല. ഒരു വേറെ വേറെ സായിപ്പിന്റെ വൈൻ ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒന്നും ഈ പറഞ്ഞ കാര്യം നടക്കുന്നില്ലേ? നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? ക്രിസ്തുവും അവന്റെ ശരീരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇരുപക്ഷത്തെയും വിഘടിച്ചു നിന്ന, ശത്രുക്കളായിരുന്ന, എതിർത്തു നിന്ന, എന്മിറ്റി കാത്തുകൊണ്ടിരുന്ന ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഹല്ലേലൂയ. കൊളോസ്യർ ഒരു വാക്യം വായിച്ച് നമുക്ക് നിർത്താം. സ്തോത്രം. ചാപ്റ്റർ 1 വേഴ്സ് 19 ഓൺവേഴ്സ്. അവനെ സർവസമ്പൂർണ്ണത വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ആരുമായിട്ട്? ലോകതരത്തിലുള്ള സമാധാനമല്ല. പ്രശ്നം വരുമ്പോൾ സമാധാനക്കെടുത്ത് സമാധാനം ഉണ്ടാക്കുന്ന ഇതൊക്കെ ഇങ്ങനെ ഈ ജഡത്തിന്റെ മോഹങ്ങൾ പ്രസംഗിക്കുന്ന ഒരു സമാധാനമല്ല ഞാൻ പറഞ്ഞത്. ദൈവമായിട്ടുള്ള സമാധാനം. ക്രിസ്തുവിനല്ലാത്തടത്ത് ദൈവക്രോധമേ ഉള്ളൂ. പുത്രനെ കൂടാതെ പിതാവിലേക്ക് ശ്രമിക്കുന്നവരുടെ മേൽ ദൈവക്രോധമേ വാഴുന്നുള്ളൂ. പുത്രനെ കൂടാതെ വേറെ മീഡിയേറ്റേഴ്സുമായിട്ട് പുത്രന്റെ അടുത്തേക്ക് ശ്രമിക്കുന്നവർ ദൈവക്രോധമേ ഉള്ളൂ. ഞാൻ വെറുതെ പറയുന്നല്ല, അതികഠിനമായ ക്രോധമാണ്. പക്ഷെ അവന് ദീർഘക്ഷമയുള്ളത് കൊണ്ട് അവരത് വെളിപ്പെടുത്തുന്നില്ല. ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം റിപ്പന്റ് ചെയ്ത് ക്രിസ്തുവിൽ മാത്രമായി ഇതിനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ ഔട്ടാണ്. അവൻ ക്രൂശിച്ച രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ള സ്വർഗത്തിലുള്ള സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇങ്ങനെയാണ് അവൻ ഈ നിരപ്പിക്കൽ റീകൺസിലിയേഷന്റെ പ്രവൃത്തി ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. എന്തിനു വേണ്ടിയാ? വിശ്വാസത്തിന്റെ സൽപ്രവൃത്തികൾ നമ്മളിൽ കൂടെ പുറത്തു വരണം. അത് നമ്മളെ കൊണ്ട് സ്വയമായിട്ട് ചെയ്യാൻ സാധ്യമല്ല. ക്രിസ്തുവിന് നമ്മിൽ വസിക്കാൻ, ഉയർത്തെന്നിട്ട് സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവനെ ക്രിസ്തുവിന് നമ്മളിൽ വസിപ്പാൻ കുറച്ചിടമല്ല, പൂർണ്ണമായി അവന്റെ സിംഹാസനം നമ്മളിൽ വെച്ചുകൊണ്ട്, ലോർഡ് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നെ നിറവേറണം. ടെമ്പററി ആയിട്ട് പറഞ്ഞാൽ പറ്റില്ല. ആ പരീക്ഷ ടെസ്റ്റ് വരുന്ന സമയത്ത് ലോർഡ് ഇസ് നോട്ട് മൈ ഡിസൈൻ. ഗെത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതുപോലെ എല്ലാവരും വിട്ടുപോയി. ഒറ്റയ്ക്കാ. കഴിയുമെങ്കിൽ പാനപത്രം എങ്കിൽ നാഴ്ത്തണമേ, നോ ആൻസർ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവിടെ ഗെത്സമനയുടെ അവസ്ഥയിൽ വരുമ്പോഴാണ് പറയുന്നത്, ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ. അപ്പോഴാണ് ക്രിസ്തു അവൻ്റെ പുനരുദ്ധാന ശക്തി നമ്മൾ വെളിപ്പെട്ട് അവൻ തൻ്റെ കാര്യം ചെയ്തെടുക്കുന്നത്. അതുവരെ നമുക്ക് വലിയ പ്രയാസം തന്നെയാണ്, വലിയൊരു ഗസ്സമന തന്നെയാണ്. നമ്മുടെ സെൽഫിൻ്റെ ക്രൂശീകരണം നടക്കണം. ക്രൂശീകരണം നടക്കണം. നമ്മുടെ സെൽഫിൻ്റെ അടക്കം നടക്കണം. അതിനുശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോഴാണ് പുനരുദ്ധാന ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. ഈ ഒരു അനുഗ്രഹം ഇന്നുമുണ്ട്. അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഏവരെയും ശബ്ദം കേൾക്കുന്ന, ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരും യൂട്യൂബിൽ കേൾക്കുന്നവരും ഈ ഒരു അനുഗ്രഹത്തിലേക്ക് വിളിക്കുവാനാണ് ഞാൻ ഈ സത്യമായിട്ട് പേഴ്സണൽ എക്സ്പീരിയൻസോട് കൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവമേ കർത്താവ് നമ്മൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായ സ്തോത്രം. കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായ സ്തോത്രം. ജീവൻ്റെ മൊഴികളായിട്ട് വിശ്വാസമായി പരിണമിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവമേ കൃപയാൽ കവിഞ്ഞ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തോടും മനസ്സറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവക്രോധത്തിന് മാത്രം ഇരയായിരിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ കൃപയാലല്ലാതെ രക്ഷപ്രായപ്പെടാൻ സാധ്യമല്ല. വിശ്വാസം ഉരുവാക്കുന്ന നീ തന്നെ കർത്താവ്. വിശ്വാസത്തിന് നായകനെ പൂർത്തി വരുത്തുന്നവനെ മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമം.